പേഷ്യൻ്റ് വന്നപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ബ്രെയിൻ ഇഞ്ചുറി ഉണ്ട്, നട്ടെല്ലിൽ ചെറിയ പരിക്കുകളേ ഉള്ളൂ, സെർവൈക്കൽ സ്പൈനിൽ ചെറിയ ഫ്രാക്ചേഴ്സ് ഉണ്ട്. പിന്നെ ലങ്സിനകത്ത് ആണ് നമുക്ക് ചെറിയ റിഫ്രാക്ചർ ഉള്ളത്. അപ്പോൾ ആ റിഫ്രാക്ചർ ഉള്ളത് കൊണ്ട് തന്നെ കുറച്ച് ഹീമോതൊറാക്സ് എന്ന് പറയും, രക്തം കുറച്ച് ലങ്സിലുണ്ട്. അതർവൈസ് പേഷ്യൻറ്റ് സ്റ്റേബിളാണ്. നല്ലൊരു ലാസറേറ്റ്, നല്ലൊരു വൂണ്ട് തലയോട്ടിയിലുണ്ടായിരുന്നു, അതുകൊണ്ട് നന്നായിട്ട് ബ്ലീഡ് ചെയ്തിട്ടുണ്ട്. MLA എക്കോസ്പ്രിൻ എന്ന് പറഞ്ഞ ടാബ്ലറ്റ് കഴിക്കുന്നതുകൊണ്ട് നമുക്ക് ബ്ലീഡിങ് കുറച്ച് കൂടുതലുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് കുറച്ച് ബ്ലഡ് ലോസ് ഉണ്ട്. അതർവൈസ് പേഷ്യൻറ്റ് സ്റ്റേബിളാണ്. ഇപ്പോൾ നമ്മളതൊക്കെ സ്യൂച്ചർ ചെയ്ത് OT തന്നെ കൊണ്ടുപോയിട്ടാണ് ഇതെല്ലാം ചെയ്തിരിക്കുന്നത്. സ്യൂച്ചർ ചെയ്തു, പേഷ്യൻറ്റ് സ്റ്റേബിളായിട്ട് ഇപ്പോൾ ICUലോട്ട് ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് വേറെ ഒന്നുമില്ല, നെക്സ്റ്റ് 24 hours വാച്ച് ചെയ്യുക. പേഷ്യൻറ്റ് ഈസ് ഓൺ വെൻറ്റിലേറ്റർ സപ്പോർട്ടിലാണ്. അപ്പോൾ 24 hours വാച്ച് ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ. വാച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് ആസ് ആൻഡ് വെൻ ഷീ ഇംപ്രൂവ്സ് സ്ലോലി വിൽ വീൻ ഓഫ്, പതുക്കെ നമ്മൾ വെൻറ്റിലേറ്ററിൽ നിന്ന് മാറ്റുന്നതായിരിക്കും. അങ്ങനെ പറയാറായിട്ടില്ല, പക്ഷേ അതീവ ഗുരുതരം എന്ന് പറയേണ്ട കാര്യമില്ല. ബട്ട് ഷീ സ്റ്റേബിൾ. ഇപ്പോഴത്തെ നിലയ്ക്ക് BP എവറിത്തിങ് ഈസ് ഹോൾഡിങ്, ഷീ സ്റ്റേബിളാണ്. ഇപ്പോൾ ബ്രെയിനിലൊരു ഇഞ്ചുറി ഉണ്ടാവും, ലങ്സിലൊരു ഇഞ്ചുറി ഉണ്ടാകുമ്പോൾ നമുക്ക് അപകടനില തരണം ചെയ്തു എന്ന് പറയാറായിട്ടില്ല. വി വിൽ വെയിറ്റ്. നമുക്ക് 24 മണിക്കൂർ എന്തിനൊരു സമയം കൊടുക്കണമല്ലോ. 24 നമ്മളൊരു പറയുന്നതാണ്, പക്ഷേ ആസ് ആൻഡ് വെൻ എവറി 2-3 hours നമ്മൾ പ്രോഗ്രസ് നോക്കിക്കൊണ്ടിരിക്കും, വാച്ച് ചെയ്തുകൊണ്ടിരിക്കും. നമ്മുടെ ഫുൾ ടീം ഇസ് ദെയർ, ഫുൾ ടീം ഈസ് വാച്ചിങ് ഇൻ ദ ICU. അപ്പോൾ നമ്മൾ ആസ് ആൻഡ് വെൻ നീഡഡ് അപ്പോൾ അതിൻ്റെതായ വേണ്ട സൗകര്യങ്ങൾ വേണ്ടത് ചെയ്തു. കോട്ടയം മെഡിക്കൽ കോളേജിൽ നിന്ന് ഗവൺമെൻറ് ഒരു ടീമിനെ വിട്ടിട്ടുണ്ട് ഫോർ അണ്ടർ ഡോക്ടർ ജയകുമാർ, സപ്പോസ് ടു ബി, അങ്ങനെ ഞാൻ അറിഞ്ഞത്, കളക്ടറും പറഞ്ഞത്, മിനിസ്റ്ററും. അപ്പോൾ അവർ 10:30-11 ഒക്കെ ആകുമ്പോഴേക്കും വരും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അവർക്ക് അവരുടെ എക്സ്പേർട്ട് കമൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിൽ അബ്സോർബ്, അവരെന്ത് പറയുന്നത് നമ്മളത് ഫോളോ ചെയ്യും. റിബ്സ് 1-2-3, റിബ്സിലകത്ത് 1-2-3 ഫസ്റ്റ് റിബ് ഫ്രാക്ചർ ആവുക എന്ന് പറയുമ്പോൾ അതൊരു ഗ്രാവിറ്റി കൂടിയ വീഴ്ച എന്നാണ് അത് കാണിക്കുന്നത്. ഫസ്റ്റ് റിബ് അങ്ങനെ ഫ്രാക്ചർ ആവാറില്ല. അപ്പോൾ ഒരു നല്ല ഗ്രാവിറ്റിയോട് കൂടിയുള്ള ഒരു വീഴ്ചയായിരുന്നു. ഫസ്റ്റ് റിബ്, സെക്കൻഡ് റിബ്, തേർഡ് റിബ്, അതാണ് നമുക്ക് CT മുഴുവൻ കാണാൻ പറ്റില്ല, കാരണം ഇത് ഇങ്ങനെ ഇരിക്കുന്നത് കൊണ്ട്. അപ്പോൾ ഇപ്പോൾ ഈ 3 റിബ്സാണ് ഫ്രാക്ചർ ഉള്ളത്. ആ റിബ് ഫ്രാക്ചർ ഉള്ളത് കൊണ്ട് തന്നെയാണ് ഹീമോതൊറാക്സ് എന്ന് പറയും. എന്ന് പറഞ്ഞാൽ നമ്മുടെ തൊറാക്സിൽ, ലങ്സിൽ കുറച്ച് ബ്ലഡ് കെട്ടിക്കിടക്കുന്നു. പക്ഷേ അത് ഇപ്പോൾ നമ്മൾ വെൻറ്റിലേഷനിലായതുകൊണ്ട് സ്റ്റേബിളാണ്. ഇനി അത് കൂടാതിരിക്കുക. ഇനി അങ്ങനെ കൂടുകയാണെങ്കിൽ മാത്രമല്ല നമ്മൾ ചെസ്റ്റ് ഡ്രെയിനോ ഇട്ടിട്ട് അത് എടുക്കേണ്ടി വരും. അതർവൈസ് ഞാൻ ഈ പറഞ്ഞ മാതിരി തന്നെയാണ്, പേഷ്യൻ്റ് സ്റ്റേബിളാണ് ഇപ്പോൾ ആസ് സച്ച്. ആൻഡ് ICUലോട്ട് ഇപ്പോൾ ഷിഫ്റ്റ് ചെയ്തു, ഇപ്പോൾ ചെസ്റ്റ് കഴിഞ്ഞേ ഉള്ളൂ.